എല്ലാവരും കൂടെ കൂടും, അത് ശരിയാണ്. പക്ഷേ ആ ഫ്ലോർ മാനേജ്മെന്റ് ഇപ്പോൾ ശരിയായ രീതിയിലല്ല പോകുന്നത്. അതിനൊരു നയതന്ത്രമുണ്ട്, സഖ്യ പാർട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ആ നയതന്ത്രം പാളുന്നത് രാഹുൽ ഗാന്ധി അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണെന്നാണ് ആ ഒരു സംശയം ബലപ്പെടുകയാണ്. കാരണം എന്തായാലും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അത് ഭരണത്തിലെത്താനാണ് മുന്നണി എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു ഐക്യം വേണ്ട സമയമാണ് പാർലമെന്റിൽ. അതുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ നയതന്ത്ര പരാജയം തന്നെയാണ്. സഖ്യ പാർട്ടികളെ എങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോകണം എന്നതിലുള്ള ആ പരാജയം തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ കോൺഗ്രസ് മതി, ഞങ്ങൾ മേൽക്കൈയോടുകൂടി തന്നെ ഇരിക്കും എന്നുള്ളതാണ്. അത് പാർലമെന്റിലെ ഇരിപ്പിടത്തിൽ തന്നെ, ലോക്സഭയിലെ ഇരിപ്പിടത്തിൽ തന്നെ അത് വ്യക്തമാണല്ലോ. കോൺഗ്രസ് എംപിമാർക്ക് ഞെളിഞ്ഞിരിക്കുവാനുള്ള ഒരിടമായിട്ട് പ്രതിപക്ഷ ബെഞ്ചുകളെ കണക്കാക്കി. തുടക്കത്തിൽ തന്നെ ആ കല്ലുകടി ഉണ്ടായിരുന്നു. അവിടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി താങ്ക് യു കോൺഗ്രസ് എന്ന്. അതൊരു പരിഹാസ രൂപേണയുള്ള മറുപടിയായിരുന്നു. ശ്രീ സിബി സത്യൻ, ഇവിടെ കോൺഗ്രസ് ആണോ ഉത്തരവാദി അതോ സഖ്യ പാർട്ടികളാണോ ഉത്തരവാദി ഇന്ത്യ മുന്നണിയുടെ ഇങ്ങനെയുള്ള ഈ പോക്കിൽ? പാർലമെന്റിൽ ഏത് വിഷയത്തിലാണ് BJP പ്രതിരോധത്തിലാക്കുവാൻ, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ ഈ മുന്നണിക്ക് കഴിഞ്ഞത്? മഞ്ജുഷയെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കഴിഞ്ഞ 2 തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ BJPയുടെ ഒരു വേട്ടയാടൽ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ കാലമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 2 മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒന്ന് ഹേമന്ത് സോറനും, ഒന്ന് അതിന് പിന്നാലെ നമ്മളുടെ കേജ്രിവാളും. ഈ 2 അറസ്റ്റുകൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ വലിയൊരു ഒരു ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ പോലും, തങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയിലെ മുഖ്യമന്ത്രിയെ പോലും നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ BJP സർക്കാർ ധൈര്യം കാണിക്കുന്നു. ED, CBI തുടങ്ങിയ എല്ലാ എന്താ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളെയും അതിനായിട്ട് ഉപയോഗിക്കുന്നു തുടങ്ങിയ ഒരു അവസ്ഥ അത്ര സുഖകരമല്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനിടയിൽ സൃഷ്ടിച്ചത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും നാൾ മുമ്പ് വരെ പോലും ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി ശക്തമായൊരു നിലയിലായിരുന്നില്ല. മമതാ ബാനർജി വിട്ടുനിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റു പലരും പിണങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നണി നേരിട്ടുകൊണ്ടിരുന്നു. പക്ഷേ കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷമാണ് ഈവൻ ആം ആദ്മി പാർട്ടിയും തൃണമൂലും പോലെയുള്ള പാർട്ടികൾ മുന്നോട്ട് വന്നിട്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഒന്നിച്ചു നിന്നതും. കേജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും അറസ്റ്റുകൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ ആവശ്യകതയെ അതിശക്തമായി മുന്നോട്ട് നിർത്തിയതും. കാരണം അത് ഒരു കാവ്യരീതി കൂടിയാണ്. കാരണം ഒരു കാലത്തും ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഈ ബ്രൂട്ടൽ മെജോറിറ്റി എന്ന് പറയുന്ന സാധനം. ഇപ്പം BJPക്ക് 2 തവണ ലഭിച്ച ബ്രൂട്ടൽ മെജോറിറ്റി, അതായത് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് നിയമങ്ങൾ മാറ്റാൻ പറ്റും, ഒറ്റയ്ക്ക് ഭരണഘടന മാറ്റി എഴുതാൻ പറ്റും തുടങ്ങിയ നിരവധി തലങ്ങളിലേക്ക് വലിയ അധികാരം നൽകുന്ന ആ ബ്രൂട്ടൽ മെജോറിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ തച്ചുടച്ച് കളയാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് അറുതി വരുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായിട്ട് ചേർന്നത്. നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഇവരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു തത്വശാസ്ത്രവുമില്ല. ഇവരെ ഒരുമിപ്പിച്ചു നിർത്തുന്ന പ്രത്യേകിച്ച് മറ്റ് ഘടകങ്ങളൊന്നുമില്ല. ഇവരെയെല്ലാം ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം BJP ഒരു ഏകാധിപത്യ അല്ലെങ്കിൽ ഒരു ശിലാത്മകമായ ഒരു ഘടന മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഒരു ഘടന മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനെ ചെറുക്കുക, അതിനെ ചെറുത്താൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ആ സർവൈവലിന്റെ ഇപ്പോൾ ഈ പുറമേയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പക്ഷെ അതൊരു വിഷയാധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ആ BJP വിരുദ്ധത പ്രതിഫലിപ്പിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ നിലപാട് തന്നെയാണ് ഇപ്പോഴും എന്ന് തുറന്നു കാട്ടേണ്ട ഒരു അവസരം വന്നാൽ ഈ 28 പാർട്ടികളും ഒന്നിച്ചു നിൽക്കുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അതോ അവിടെ തന്നെയാണ് മഞ്ജുഷ്. കാരണം നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മറ്റൊരു ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് എതിർത്തിരിക്കുന്നത് ഏതാണ്ട്. അപ്പൊ അതായത് നയപരമായ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നയപരമായിട്ട് ഈ ജനാധിപത്യത്തെ അൺസെറ്റിൽ ചെയ്യും എന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടാവുന്നുണ്ട്. കാരണം എഗെയിൻ ഞാൻ പറയുന്നത് അത് സർവൈവലിന്റെ ഇഷ്യൂ ആണ്. അല്ലാതെ അത് അവരൊരു പൊതു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് ഒരേ തത്വശാസ്ത്രം ഷെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു സഖ്യമല്ല ഇത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെസ്റ്റ് ബംഗാൾ എടുത്ത് നോക്കുക. വെസ്റ്റ് ബംഗാളില് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എതിർ പാർട്ടികളാണ്. കേരളം എടുത്തു നോക്കുക, കേരളത്തിൽ CPM-ഉം കോൺഗ്രസും എതിർ പാർട്ടികളാണ്. അപ്പൊ നമ്മുടെ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം ഒഴികെ ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും ശരിയായ നിരീക്ഷണമാണല്ലോ.